ഇന്ന് ജയിലിൽ വെച്ച് നടന്ന സംഭവത്തെപ്പറ്റി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നമായിട്ട് നമ്മുടെ ജാസ്മിൻ പറഞ്ഞത് ജയിലിൽ വെച്ച് സിഗരറ്റ് വലിച്ചു എന്നുള്ളൊരു പ്രശ്നമാണ്. ഫ്രീദ് പോകുന്നു, മറ്റു മത്സരാർത്ഥികൾ പോകുന്നു, സിഗരറ്റ് തിരക്കുന്നു, ലൈറ്റർ തിരക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അല്ലേ. പക്ഷേ അതിനെപ്പറ്റി ലാലേട്ടൻ ജിൻഡോട് ചോദിക്കുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട് വലിച്ചിട്ടില്ല ലാലേട്ട എന്ന്. അത് അന്നേരം ലാലേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട്, സിഗരറ്റ് വലി നിർത്ത് ജിൻഡോ, അല്ലെങ്കിൽ ഈ ചെയ്യാത്ത കുറ്റം ഏൽക്കേണ്ടി വരും എന്ന്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ജിൻഡോ അവിടെ സിഗരറ്റ് വലിച്ചിട്ടില്ല എന്നുള്ളത്. ബിഗ് ബോസ് ചുമ്മാത് പറയത്തില്ലല്ലോ. ബിഗ് ബോസിനെ സംബന്ധിച്ച് ലാലേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇതുപോലെ ജയില് വൃത്തിയാക്കാൻ വന്നവരാരെങ്കിലും ആണെങ്കിലോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് ഇതിനെപ്പറ്റി അന്വേഷിച്ച് കാണും. അന്വേഷിച്ച് കഴിഞ്ഞ് ജിൻഡോ അല്ല ഈ കുറ്റം ചെയ്തേക്കുന്നത് ബിഗ് ബോസ് നിശ്ചയമായിട്ടും അറിഞ്ഞു കാണും. അതുകൊണ്ടാണ് ലാലേട്ടൻ ഇങ്ങനൊരു സ്റ്റാൻഡ് എടുത്തത്. അല്ലെങ്കിൽ ജയിലിൽ വെച്ച് സിഗരറ്റ് വലിച്ചു എന്നുള്ള പേരിൽ ഒരുപക്ഷെ ഫയറിങ് അത്യാവശ്യമായിട്ട് ജിൻഡോയ്ക്ക് കിട്ടിയേനെ. പക്ഷെ അത് വളരെ ഇതായിട്ട് ലാലേട്ടൻ അങ്ങ് മാറ്റി. പിന്നെ കിടക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യം ചോദിച്ചു. കിടക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യം ജിൻഡോ പറഞ്ഞത് അടിച്ച കാര്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പം ജിൻഡോ പറഞ്ഞ ഒരു ഉത്തരവുണ്ട്, അതൊന്നും കുഴപ്പമില്ല ലാലേട്ട എന്ന്. അത് പക്ഷേ മറ്റു മത്സരാർത്ഥികൾ കണ്ടുപഠിക്കണം എന്നെനിക്ക് തോന്നുന്നു. കാരണം വേറെ ആരെങ്കിലും ഇപ്പം ജാസ്മിൻ്റെ ശരീരത്താണ് ജിൻഡോ അടിച്ചിരുന്നെങ്കിൽ ഇതൊരു വലിയ വിഷയമാക്കി എടുത്തേരെ. പക്ഷേ ജിൻഡോയെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമല്ലേ, അതൊന്നും വലിയൊരു വിഷയമാക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ജിൻഡോ അവിടെ പറയുന്നത്. പിന്നെ ഉറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പം ജാസ്മിനോട് ഒരു കാര്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജാസ്മിന് അപ്പുറത്തോട്ട് മാറി അത്രയും സ്ഥലമില്ലേ, അപ്പുറത്തോട്ട് മാറി കിടന്നുകൂടെ എന്ന് ചോദിച്ചപ്പം ജാസ്മിൻ പറയുന്നു, അവിടെ കിടന്നിട്ട് എനിക്ക് പുറം വേദന എടുക്കുന്നു എന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ഏതായാലും ആ വിഷയത്തിൽ ജിൻഡോയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്ന് ലാലേട്ടന് ബോധ്യമായി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കള്ളത്തരം ജിൻഡോ പറഞ്ഞിരുന്നെങ്കിൽ, ഇത് പറഞ്ഞതെല്ലാം കള്ളത്തരം ഉണ്ടെങ്കിൽ ലാലേട്ടൻ അതിൻ്റെ ചോദ്യങ്ങളുമായിട്ട് വന്നേനെ. അതങ്ങനല്ലോ ഇതിങ്ങനാണല്ലോ എന്ന ചോദ്യം ചോദിച്ചായിരുന്നു. പക്ഷേ ജിൻഡോ പറഞ്ഞ മറുപടിയിൽ ലാലേട്ടൻ തൃപ്തനാകുന്നതാണ് കണ്ടത്. ജാസ്മിന് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ വന്ന ഒരവസ്ഥയും കൂടെയാണ്. പക്ഷേ മറ്റുള്ള വീട്ടിലെ മറ്റു മത്സരാർത്ഥികൾക്കൊന്നും ഇത് മനസ്സിലാകണമെന്നില്ലല്ലോ. അവർ വീണ്ടും ജിൻഡോയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അല്ലേ. അതുപോലെ ശ്രീരേഖയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ശ്രീരേഖ തന്നെ പറഞ്ഞതാണ്, അവളുടെ മേത്തോട്ട് ജിൻഡോ കയറി ചെല്ലുന്നത് ശ്രീരേഖ കണ്ടു എന്ന്. ഏതായാലും ഈ രണ്ട് വിഷയത്തിന് ലാലേട്ടൻ ഒരു മറുപടി കൊടുത്തു. പക്ഷേ ഈ പ്രാവശ്യം എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത, ഒന്നിനും ക്ലാരിറ്റി ഇല്ലായിരുന്നു.